സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പറയാം. നമ്മുടെ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും കൈക്കൂലിയും പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ. ഇനി മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങളോട് കൈക്കൂലി വാങ്ങുന്നതിന്റെയോ കൈക്കൂലി ചോദിക്കുന്നതിന്റെയോ ദൃശ്യങ്ങളോ തെളിവുകളോ നൽകിയാൽ ഉടൻ 5000 രൂപ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും. വിജിലൻസിന്റെ ഒഫീഷ്യൽ പോർട്ടലിലാണ് ഈ തെളിവുകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വിവരങ്ങൾ കൈമാറുന്നവരുടെ ഐഡന്റിറ്റി പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും. അഴിമതിക്കാരായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇനി സർക്കാർ സർവീസിൽ വെച്ച് പൊറുപ്പിക്കില്ലായിരുന്നു. അതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നേരിട്ട് എനിക്ക് ഇത്ര കൈക്കൂലി ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ പറയില്ല. നമ്മളായിട്ട് നടത്തിക്കും. നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവർ കൂടുതലും ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചറിന് വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇന്ന് കൊണ്ട് നാളെ വരാം, പിന്നെ നാളെ വാ, അടുത്ത ദിവസം വാ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നടത്തിക്കും. നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി പല ആളുകളടുത്തും ചോദിച്ചറിയാം. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മളെ നടത്തിച്ച് നമ്മൾ അവസാനം ആ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള രീതിയിലാക്കും. നമ്മൾ ആ സമയത്ത് ഈ നടക്കുന്ന സമയത്ത് പിറ്റേ ദിവസം വരാൻ നടന്നില്ല. അപ്പോൾ നമ്മളൊരു അവിടെയാണ് ഒരു വ്യക്തി കൈക്കൂലി എന്നുള്ള സംഭവം. ശിവരി നടത്തിക്കുന്നത് എന്തിനാണ്? കൈക്കൂലിക്ക് വേണ്ടിയാണ്. നമ്മൾ കൈക്കൂലി കൊടുത്താൽ അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് രഹസ്യമായി റെഡിയാക്കി തരും. അതാണ് രഹസ്യമായില്ല, പരസ്യമായി തന്നെ റെഡിയാക്കി തരും. പക്ഷേ കൈക്കൂലി രഹസ്യമായി കൊടുക്കണമെന്നേ ഉള്ളൂ. അവിടെയാണ് ഈ നടത്തിക്കുന്നതിൻ്റെ ആ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൈക്കൂലിയാണ്. ഇന്ന് നാളെ മറ്റന്നാ എന്ന് പറയുന്നത് കൈക്കൂലിക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ നമ്മുടെ പല സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഇതുപോലെ പറയും, നാളെ വാ, മറ്റന്നാ വാ, അടുത്ത ദിവസം വാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കൈക്കൂലിക്ക് വേണം. അത് നിങ്ങൾ 100% ഓർത്തോ, കൈക്കൂലിക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ബാക്കി കൊടുക്കണം. കൈക്കൂലി ഇല്ലാത്ത സേവനം പൊതുജനങ്ങളുടെ അവകാശമാണെന്നും പൊതുജനങ്ങൾ ഈ പദ്ധതിയോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. അപ്പോൾ കൈക്കൂലിക്കാരെ കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും ഈ ഒരുമിച്ചിറങ്ങാം. ആൾക്കൊന്നിന് 5000 രൂപയും കിട്ടും. നമ്മുടെ നാട് നന്നാവും. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇനി നാളെ വാ, മറ്റന്നാ വാ എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾ പറയണം, ഒരു പക്ഷേ എത്ര ഒരു 1000 രൂപ തന്നാൽ ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ പുള്ളി പറയും രഹസ്യമായിട്ട്, ആദ്യം പറയും അതൊന്നും നടക്കില്ലെന്ന് പറയും. പക്ഷേ പിന്നീട് രഹസ്യമായിട്ട് ചോദിച്ചാൽ പുള്ളി പറയും ശരിയാവും, 1000 രൂപ നമുക്ക് നോക്കാം, നാളെ നമുക്ക് റെഡി തരാം, പൈസ അപ്പോൾ കൊടുത്താൽ പറയും ഇപ്പം തന്നെ ശരിയാക്കാൻ പറയും. ആ സമയത്ത് മൊബൈൽ ഉണ്ടല്ലോ, ഒന്ന് ക്യാമറ ഓൺ ആക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് പോക്കറ്റ് ഇട്ടിരുന്നാൽ മതി. പുള്ളിക്കാരെ കൊടുക്കും ഈ 5000 രൂപയും എല്ലാം പുറത്താവും. വീട്ടിൽ പോയി ചക്കയും കഞ്ഞിയും കുടിച്ചിരിക്കാം. ഇതല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ?